ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഇന്നലെ കുറച്ച് ഇക്വേഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബേസിക് സ്വിങ് ഇക്വേഷൻസ്, മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കലായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ചെസ്റ്റ് ബൈ 6. അത് നമ്മൾ ചെസ്റ്റ് 40 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ആണ് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെസ്റ്റ് ആയിരുന്നു 40 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 40/6 ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 6.6 കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. എത്ര ലെങ്ത് വേണം, ഇപ്പോൾ 6.6 തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനിയിപ്പോൾ അതിൻ്റെ നേരെ ഹാഫാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ എടുക്കുന്ന പോലെ കിട്ടും. അപ്പോൾ അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ചെസ്റ്റിൻ്റെ 6 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രണ്ട് നെക്ക് കിട്ടി. ബാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് ഫ്രണ്ട് നെക്കിൻ്റെ നേരെ പകുതി എടുക്കാം. അപ്പോൾ നമുക്ക് 3.25 കിട്ടും അല്ലേ, 3.25. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് നെക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് രണ്ടും ഒരേപോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, കുറച്ചുകൂടി ഇറക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഡാർട്ടിൻ്റെ വിട്താണ്. അതായത് ഇപ്പോൾ നമ്മൾ ബ്ലൗസൊക്കെ ചെയ്യുന്ന സമയത്ത് ഡാർട്ട് എടുക്കുമല്ലോ, ടക്ക് എന്ന് പറയില്ലേ. അപ്പോൾ ഡാർട്ടിൻ്റെ വിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിൽ നിന്ന് ഡാർട്ടിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ പറയുന്നത്. ആ ഒരു വിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്ര ഇഞ്ച് നീക്കിയിട്ടാണ് നമ്മൾ ഡാർട്ട് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ആണ്. നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക, അതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്ന ചെസ്റ്റ് എത്രയായിരുന്നു? 40 ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ 40 ഡിവൈഡഡ് ബൈ 10 ചെയ്യും. ഇപ്പോൾ നിങ്ങൾ 38 ആണെന്നുണ്ടെങ്കിൽ 38/10. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 40/10 ചെയ്യുമ്പോൾ നമുക്ക് 4 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 4 ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ ആ ഡാർട്ടിൻ്റെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കണ്ടു, ബാക്ക് നെക്ക് കണ്ടു, ഡാർട്ട് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആം ഹോളിൻ്റെ കോർണർ ഉണ്ടല്ലോ. ആം ഹോളിന് നമ്മൾ 90 ഡിഗ്രി വരച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കോർണറിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ആ ലൈനിൽ മുട്ടിച്ചുകൊണ്ട് നമ്മൾ കർവ് വരയ്ക്കാറില്ലേ. ഫോർ എക്സാമ്പിൾ ഇതാ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇപ്പോൾ ഇത് ആം ഹോളിൻ്റെ ആ ഒരു കോർണറാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് എത്ര ഇഞ്ച് എടുക്കണമെന്ന് അങ്ങനെ വരയ്ക്കുന്നവരില്ലേ. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്, എല്ലാം ചെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24. ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക, അതിനെ 24 കൊണ്ട് ഹരിക്കുക. ചെസ്റ്റ് എത്രയായിരുന്നു? 40 ആയിരുന്നു അല്ലേ. 40/24 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 1.6 കിട്ടും. റൗണ്ട് ചെയ്തിട്ട് 1.5 ആക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ 1.6 1.7 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 ഇട്ടിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നെക്കിൻ്റെ വിട്ട് കണ്ടുപിടിക്കാനാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്കിൻ്റെ വിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിമ്പിളാണ്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12. ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക, അതിനെ 12 അളവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 40/12 ചെയ്യുമ്പോൾ നമുക്ക് 3.25 എന്ന് കിട്ടും. അപ്പോൾ 3.25 നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സിമ്പിളല്ലേ? 3.25 എടുക്കുക. ഇനി അടുത്ത ഇക്വേഷൻ ഷോൾഡറിൻ്റെ വിഡ്ത്താണ്. ഷോൾഡറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നെക്ക് ഒഴിവാക്കിയിട്ടുള്ള അളവില്ലേ, അതായത് നമ്മൾ ഫുൾ ഷോൾഡർ അല്ല, നെക്ക് അതിൽ നിന്ന് കുറച്ചിട്ടുള്ള ആ ഒരു അളവ്. ഞാനത് വരച്ച് ജസ്റ്റ് കാണിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നെക്ക് ഇങ്ങനെ വരച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് നെക്ക് ഇത്ര പോയി, ബാലൻസ് 3.25 നെക്ക് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ആ ഒരു ടിപ്പില്ലേ, അപ്പോൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ ബാലൻസ് കണ്ടോ, ഷോൾഡറിൻ്റെ വിട്താണ്. അപ്പോൾ അത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 തന്നെയാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എത്ര? 3.25 തന്നെ കിട്ടും. അപ്പോൾ ടോട്ടൽ ഷോൾഡർ ഇവിടെ എത്ര വരും? 3.25 + 3.25. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഫുള്ളായിട്ടൊരു ഷോൾഡർ എടുക്കുമ്പോൾ അതിൽ നിന്ന് നെക്ക് പകുതി പോകും, കറക്റ്റ് പകുതിയല്ല നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നെക്ക് കുറച്ച് പോകും, ബാലൻസ് ഷോൾഡറും വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഷോൾഡർ എത്രയാണ് വരുന്നത്?
ഇത് രണ്ടും കൂടെ കണ്ടോ, ഇവിടെ ഒരു 3.25, ഇത് ബാലൻസ് 3.25. അപ്പോൾ ടോട്ടൽ 6.5 അല്ലേ? 3.25 6.5 കണ്ടോ. ഷോൾഡർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെക്ക് കുറക്കുകയോ കൂട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യത്. ഇപ്പം ഞാൻ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞതാണ് കേട്ടോ, ആ ഒരു വാല്യൂ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ 6.5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൽ. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഒരുപാട് ഇക്വേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ടിട്ടാണ് ബാലൻസ് സെക്കൻഡ് ഒരു പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണുക കേട്ടോ.